വിദഗ്ധമായി പഠനം നടത്തിക്കൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞാൻ ഒരു വികസന രേഖ അവതരിപ്പിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട് ഇവിടെ. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഭയപ്പെട്ടത് കൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അതല്ലാത്ത 1 സെന്റ് ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ നിമിഷം ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ഇന്ന് വീണ്ടും ഞാൻ രാവിലെ ചങ്ങനാശ്ശേരിയിലായിരുന്നു. ആരാധനായിട്ടുള്ള ശ്രീമാൻ സുകുമാരൻ സാറിന്, NSSന്റെ ലീഡർ സുകുമാരൻ സാറിനെ കാണാനും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രകടന പത്രികയുടെ ഒരു കോപ്പി നൽകാനും ആശീർവാദം ഏറ്റുവാങ്ങാനും വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിയിൽ പോയി. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേർത്തലയിലേക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കാണാനെത്തി. അദ്ദേഹത്തിന് വികസന രേഖ സമർപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മത്സരരംഗത്തുള്ള ഒരു MP, മത്സരരംഗത്ത് MP ആകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തി അവതരിപ്പിച്ചിട്ടുള്ള, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു വികസന രേഖ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളവരും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പുറത്തുള്ളവരുമൊക്കെയായിട്ട് അവരവരുടെ സംശയങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വികസന രേഖ ആലപ്പുഴയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ആളുകൾ ചോദിക്കുകയുണ്ടായി. എല്ലാ സാമുദായിക വികസന താല്പര്യമുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അതിനകത്തുണ്ട്, സാമുദായിക നേതാക്കന്മാരുണ്ട്, എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു 10-12 ദിവസത്തെ നീണ്ട ചർച്ചകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പബ്ലിസി മേക്ക് ചെയ്യുന്ന ആളുകളുമൊക്കെ ഉൾപ്പെടെ വിദഗ്ധമായി പഠനം നടത്തിക്കൊണ്ടാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഞാൻ ഒരു വികസന രേഖ അവതരിപ്പിച്ചത്. അതിനിയും നമ്മുടെ ബിഷപ്പിനെ കാണാൻ വീണ്ടും 1-2 തവണ പോയി കഴിഞ്ഞു. വീണ്ടും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനും ഈ വികസന രേഖ അദ്ദേഹത്തിന് സമർപ്പിക്കാനും ആ സമയത്തിനിടയിലാണ് എന്നെ ചില ആളുകൾ, 1-2 മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചറിയിച്ചത് ഇങ്ങനെ വീണ്ടും ഒരു പത്രസമ്മേളനം മിസ്റ്റർ നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അയാളുടെ കില്ലപ്പേരുണ്ടല്ലോ, ഇരട്ടപ്പേര്, അത് ഞാൻ എന്തായാലും വിളിക്കരുത് എന്നാണ്. അതായത് ആ പേരിൽ പല ആളുകളും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നാട്ടു നടപ്പനുസരിച്ച് ഒരു വസ്തു കച്ചവടത്തിന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും. അവരായിരിക്കും ആ വസ്തു കച്ചവടത്തിലെ ഇടനിലക്കാർ. അപ്പം അങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത്, ശോഭ ചേച്ചി, ഒരു കാരണവശാലും ഇയാളെ ആ പേരിൽ വിളിക്കരുത്, ഞങ്ങൾക്ക് വരെ അപമാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക് അപമാനം തോന്നുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ്. പൊതുസമൂഹത്തിന് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ്
ഈ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു. ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് 20 ലക്ഷം രൂപ ഒരു സെന്റിന് വില വരുന്ന 1 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രൻ. ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ NDAയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പം അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എൻ്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട്. നന്ദകുമാർ പറയുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി 1 കോടി രൂപ 80 ലക്ഷത്തോളം രൂപ BJPയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു. ഞാൻ ചോദിച്ചു. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് അവിടം കൊണ്ട് തീർന്നില്ല. വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത്, ഒരു സ്ത്രീയെ, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഒരാരോപണം, കുറച്ച് പേപ്പറുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി, ആ ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു. പിന്നെ മറ്റൊരു കേസ് പറയുന്നു, ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ്കർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം, ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട് ഇവിടെ. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഈ ദല്ലാൽ, ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോൾ അത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ 2ാമത് കല്യാണം കഴിച്ചപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ, അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിൻ്റെ DGPക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ DGP തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്,
ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജൻ്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ നന്ദകുമാർ എന്തിനാണ്, ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം. ഏപ്രിൽ മാസം 24-ാം തീയതി 2023 ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചത്? ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വാട്സപ്പിൽ പരിശോധിക്കണം. നന്ദകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിൻ്റെ പേര് അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന സമയത്ത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, IBയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു, ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത്. നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ DGP തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം. കാരണം DGP ദർവേഷ് സാഹിബ്, ബഹുമാനപ്പെട്ട DGP ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിലെ അടുക്കളപ്പണിക്കാരനല്ല. കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത്, ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട DGP നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ DGP മുൻപാകെ വെക്കുകയാണ്. ഇതിനു മുൻപ്
കേരളത്തിന്റെ DGP ദർവേസ് സാഹിബിന് ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഞാൻ ഒരു കള്ളു ഷാപ്പില് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും, ആ ജോലിയൊന്നും ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ? കള്ളു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണോ നഗ്നമായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത്? ആണോ? ഒരു ഓലപ്പുര കെട്ടി ഒരു കള്ളു ഷാപ്പിന്റെ ചിത്രം വരച്ചു വെച്ച് അവിടെ എൻ്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MLA സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു DGPക്ക്. ഇതുവരെ DGP ആ പരാതി അന്വേഷിച്ചിട്ടില്ല. എൻ്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി 20 ലക്ഷം രൂപയുടെ 1 സെന്റ് വിലയുള്ള 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു നടപടിയില്ല, ഒരു ചോദ്യം ചെയ്യലില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന DGP ദർവേസ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ, ദർവേസ് സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട DGPയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളയിട്ട കൈകളുണ്ടല്ലോ, ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ശഠിക്കരുത്. താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ, താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ നട്ടലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല, ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും പോടാ പുല്ലേ എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തൊട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരിക്കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പറാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശ്ശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല. ആ 2 സമരങ്ങൾ ഞാൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്നും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നടന്നത്. അത് കഴിഞ്ഞപ്പോൾ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ്, ശോഭയോട് എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ? കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഗോകുലം ഗോപാലിനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ ഗോകുലം ഗോപാലിനോട് പറഞ്ഞു, ഇതില്ലാത്ത വാർത്തയാണ്. ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട്
ശോഭാ സുരേന്ദ്രന്റെ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തു കളയണ്ടേ? ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റുപറ്റിപ്പോയി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് ആ വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും, വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും. KC വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും രാജസ്ഥാനിലെ ശിശ്രാമോലയ്ക്കും കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തുനിന്ന് ഫയലുകൾ മുക്കിക്കൊടുക്കുന്ന IAS ഓഫീസർ ടിക്കാറാം മീണയ്ക്കും വേദനിച്ചാൽ ഇവർക്കെല്ലാവർക്കും വേദനിക്കും. പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിലെത്തിച്ച അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ് അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ക്യാമറ കേസിൽ 2 പേർ ഞങ്ങൾ ടെൻഡർ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജെയിംസ് പാലമറ്റത്തിനെയും അൽഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അവർ പറയുന്നത് എന്താണ്? അവർക്ക് ഭീഷണിയുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോൾ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടത് കൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് എനിക്ക് മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങേണ്ടതുണ്ട്. ആ പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇടയിൽ ഏതെങ്കിലും വിലയില്ലാത്തവന്മാർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഇത്ര സെൻസേഷൻ കൊടുത്ത് ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ നന്ദകുമാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത്. ഏതോ ഒരു കത്ത് പൊക്കി പിടിച്ച് കാണിക്കുകയാണ്. ആ കത്തിന്റെ ആധികാരികത മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള അവകാശമില്ലേ? ആ കത്തിന്റെ ആധികാരികത പരിശോധിക്കാതെ ഇത്തരം ഒരു വാർത്ത അത് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താണ്? കേരളത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് മാത്യു കുഴൽനാടനെ പോലെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം അത് കത്തിപ്പടർത്തുക, ഞാൻ കരിമണൽ കർത്തയ്ക്കെതിരാണ് എന്ന് പറയുക, കരിമണൽ കർത്തയുമായിട്ട് കൂട്ടുള്ള KC വേണുഗോപാലിന് വേണ്ടി കോടതിയിലേക്ക് കോട്ടിട്ട് വരാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഇവിടെ നല്ല രീതിയിൽ കേരളത്തിൽ ജീവിക്കാം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വലിയ മുതലാളിമാരാണ് എന്നറിഞ്ഞിട്ടും വേണ്ടി വന്നാൽ കൊല ചെയ്യപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാലും ഇതിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ 1 കൊല്ലം മുമ്പ് നടന്ന അയാൾ തന്നെ പറയുകയാണ്, ഞാൻ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന മറ്റു കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് നിങ്ങൾ വാർത്തയാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ വീടുകൾക്കകത്തും അമ്മമാരുണ്ട്, നിങ്ങളുടെ വീടുകൾക്കകത്തും സഹോദരിമാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇന്നൊരു ചാനലിൽ, വേറൊരു ദിവസം അടുത്ത ചാനലിൽ, കാരണം ജോലിയാണല്ലോ. അപ്പം ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാളെയും വേദനിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആദ്യം വന്നിറങ്ങിയ ദിവസം പറഞ്ഞിരുന്നു, KC വേണുഗോപാലിൻ്റെയും കരിമണൽ കർത്തയുടെയും ഗോകുലം ഗോപാലന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പേര് പറയാതെ തന്നെയാണ് ഞാൻ പരാമർശിച്ചത്. കാരണം എനിക്ക് അങ്ങേയറ്റം മാധ്യമങ്ങളോട് ബഹുമാനം കൂടിയുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. അത് എല്ലാ സമയത്തും ഒരു മാധ്യമ പ്രവർത്തക വേട്ടയാടപ്പെട്ടപ്പോൾ ഈ സമൂഹത്തിൽ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ അന്യായമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുൻപിൽ നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്, എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത്.
ജയരാജൻ സമ്മതിക്കുകയാണ്. അപ്പോൾ അന്ന് രാമനിലയത്തിലും ഡൽഹിയിൽ നടന്ന ചർച്ചകൾ പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള ആൾ ഇ പി ജയരാജൻ തന്നെയായിരുന്നു. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി പറയേണ്ടത്? നിങ്ങൾ ഒരാൾ വരണം, ഒരു മാധ്യമ സുഹൃത്തിൻ്റെ അരിയിലേക്ക് വരണം. ഇത് ആരാണ്? ഈ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണം. 9495553333. ഇത് ആരുടെ നമ്പറാണോ ഒന്ന് വെരിഫൈ ചെയ്യൂ. ഒരു സെക്കൻഡ്, ഈ ഫോട്ടോ നോക്കണം, ഈ വാട്സപ്പ് മെസ്സേജും നോക്കണം. ഇത് ജയരാജന്റെ മകൻ എനിക്ക് അയച്ച മെസ്സേജാണ്. അല്ല, ഇത് ജയരാജന്റെ മകന്റെ കയ്യിലുള്ള ഫോണാണ്. ജയരാജന്റെ മകനാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന്റെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്. രണ്ടാമതായിട്ട്, ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മെസ്സേജ് അത് ഡേറ്റ് ഞാൻ പറയാം. ജനുവരി 18, 2023. അല്ല, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ പുതിയ ആളുകളെ ചേർത്തുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ എന്നുള്ള ചുമതലയിലിരിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പിറകിൽ നടക്കുന്ന ഒരാളല്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെന്റ് കിട്ടിയ ഒരാളാണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ടല്ല പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. രാജ്യത്തിൻ്റെ 5-അംഗ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ, വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും അമിത്ഷാജി ആ യോഗങ്ങളിൽ ആ സമയത്ത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അമിത്ഷാജി പോലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത്. സദസ്യത അഭിയാൻ എന്ന് പറയും. അങ്ങനെ പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ നന്ദകുമാർ പറഞ്ഞത്, എനിക്ക് ഒരു പിടിപാടിൻ്റെയും ആവശ്യം ഈശ്വരൻ സഹായിച്ചെന്നില്ല. മറ്റൊരു കാര്യം നന്ദകുമാർ പറഞ്ഞത്, കുന്നുമ്മൽ സുരേന്ദ്രനും അതുപോലെ തന്നെ BL സന്തോഷും ശോഭാ സുരേന്ദ്രനും ഒക്കെ തമ്മിൽ വളരെ പ്രശ്നത്തിലാണ് എന്നാണ്. എടോ നന്ദകുമാറെ, കുന്നുമ്മൽ സുരേന്ദ്രൻ, K സുരേന്ദ്രനും BL സന്തോഷിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ശരീരത്തിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള പ്രസ്ഥാനമൊന്നുമല്ല. പാർട്ടിക്കകത്ത് ഞങ്ങൾ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ പിറകിലും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. എന്നാൽ ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇവിടുത്തെ ഇതുപോലെയുള്ള മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടല്ലോ, ആ നേതൃത്വം കൊടുക്കുന്നവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നിൽക്കുമ്പോൾ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എങ്ങനെ വിക്കറ്റ് എടുക്കണം എന്ന് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തന രംഗത്തേക്ക് കയറി വന്നിട്ടുള്ളത്. ഒരു രീതിയിലും ഞങ്ങളെ തകർത്താൻ തളർത്താൻ സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശകലന യോഗങ്ങൾ നടക്കും. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എൻ്റെ പാർട്ടിയിലേക്ക് ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും 10-30 വർഷമായല്ലോ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എത്രയോ വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ആലപ്പുഴയിലെ തന്നെ തലപ്പൊക്കമുള്ള എത്രയോ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനിത് ഈ യാഥാർത്ഥ്യം ഞാനിപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത്രയും ഗൂഢാലോചന നടത്താൻ വിദഗ്ധനായിട്ടുള്ള പിണറായി വിജയൻ നാളെ എന്തെങ്കിലും കുൽസിത പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലെടുത്താൽ ഒരു രക്ഷാകവചമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. നന്ദകുമാറിന്റെ ഒരു കഥയും ഇനി ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, ദല്ലാൾ ആരോപണം ഉന്നയിച്ച രേഖകൾ ഹാജരാക്കണം. ആ രേഖകൾ പരിശോധിക്കാൻ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം. ശോഭാ സുരേന്ദ്രന് ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭൂമിയല്ലാതെ ഒരു സെന്റ് ഭൂമി പോലും ശോഭാ സുരേന്ദ്രന് വേറെ ഇല്ല. ദല്ലാൾ നന്ദകുമാർ, ദല്ലാൾ എന്നുള്ള വാക്ക് ഇപ്പം നിങ്ങൾ സുഹൃത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാറാണല്ലോ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുകയും ഗോവിന്ദൻ മാഷയുടെ യാത്ര തൃശ്ശൂരിൽ വരുന്ന സമയത്ത് രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിലേക്ക് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു തലപ്പൊക്കമുള്ള ഒരാൾ വരുമ്പോൾ അയാളുടെ പെട്ടി പിടിക്കുന്നത് ആരാണ് എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡൽഹിയിൽ ചെന്ന് ലളിത് ഹോട്ടലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ നന്ദകുമാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അവിടെ നിന്ന് ഒരു സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ മുഖാന്തരം സന്ദേശം കൊടുക്കുന്നത്. ജയരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് തലയും പിടിക്കുക, കണ്ടമാനം കോടികൾ കിട്ടുമോ എന്ന് നോക്കുക. ഈ പരീക്ഷണങ്ങൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കട്ടെ, അതവിടെ മുന്നോട്ട് പോട്ടെ. അല്ല, നടത്തിയില്ലല്ലോ. നടത്തിയില്ലല്ലോ. നിങ്ങളിവിടെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുക്കുന്നവരുടെ പിറകിൽ നടക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. ശോഭാ സുരേന്ദ്രന് 8 സെന്റ് ഭൂമി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വിൽക്കും. പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്ക പട്ടണമല്ല. പിന്നെ ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുപേര് തേക്കിൻകാട്ടിൽ നാരായണൻ. അവരുടെ വീട് പാർലിക്കാടിലെ തേക്കിൻകാട്ടിൽ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടയുകയും ചെയ്തോ ഇല്ലയോ? മാധ്യമ സുഹൃത്തുക്കളൊന്ന് വിളിച്ചു നോക്കുന്നേ. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നിങ്ങൾ ആ വാർത്ത കൊടുത്തല്ലോ. നിങ്ങൾ അന്വേഷിക്കണം. ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്രൻ 10-30 വർഷമായി കേരളത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താ 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം കിട്ടാനില്ലേ കേരളത്തിൽ? ഞാൻ വളരെ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. എൻ്റെ കുടുംബത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പം ഞാനിവിടെ മാധ്യമപ്രവർത്തകരെ കാണാൻ വന്ന സമയത്ത് എൻ്റെ മകൻ വേദനയോടുകൂടി വന്നിട്ടുണ്ടല്ലോ. അയാൾ പോവാൻ കൂട്ടാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ശോഭാ സുരേന്ദ്രന്, ഞാൻ എൻ്റെ മകനോട് അതാ പറഞ്ഞത്, ഇതൊന്നും ശോഭാ സുരേന്ദ്രൻ ഒരു പുത്തരിയല്ല. അമ്മയെ ഇന്ന് ചിലപ്പോൾ കാണും, നാളെ ചിലപ്പോൾ അമ്മയെ ആരെങ്കിലും കൊല ചെയ്തെന്നിരിക്കും. തളരാൻ പാടില്ല. ഇതാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കണ്ട് പിന്മാറുന്ന വിഷയമില്ല. ഇപ്പൊ നമ്മൾ പരാതി കൊടുത്തു. ആ വീഡിയോ ഞാൻ ദർവേസ് സാഹിബിന് കൊടുത്തിട്ടുണ്ട്, കേരളത്തിന് DGPക്ക് കൊടുത്തിട്ടുണ്ട്, ദേശീയ വനിതാ കമ്മീഷന് പരാതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നന്ദകുമാറിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷേ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം, അത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ദർവേസിനുള്ളതാണ്. ചേച്ചി പറഞ്ഞു നേരത്തെ 90% BJPയിലേക്ക് EP ജയരാജൻ ചേരുന്നതിനുള്ള 90% ചർച്ചകൾ പൂർത്തിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ MT രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ EP ജയരാജനുമായിട്ട് BJP ചർച്ച നടത്തി അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്.
ഏതൊക്കെ തലത്തിലെ ഇപ്പോൾ കെ സുധാകരൻ്റെ രാവിലെ പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറും താങ്കളും രാജീവ് ചന്ദ്രശേഖരൻ കൂടിയാണ് ചർച്ച നടത്തിയത് പറയുന്നു. എന്താണ് അപ്പോൾ പിന്നെ എവിടെയാണ് ചർച്ച വഴിമുട്ടിയത്? പക്ഷെ മറ്റു നേതാക്കൾ അറിയത്തില്ലായിരുന്നു, കേരളത്തിൽ മറ്റു നേതാക്കൾ അറിയില്ലായിരുന്നു സംഭവം. അല്ല, പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് അറിയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പക്ഷേ ഒരാളെ പാർട്ടിക്കകത്തേക്ക് ചർച്ച നടത്തുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടം വന്നാൽ എനിക്ക് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയുമായി സംസാരിക്കാം, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീമാൻ വി മുരളീധരനുമായി സംസാരിക്കാം. എനിക്ക് അവിടെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ സഹായം വേണമെങ്കിൽ ആ സഹായവും ഏറ്റുവാങ്ങാം. ഈ പ്രവർത്തനം അത് മുന്നോട്ട് പോകും. ഇനി പുതിയൊരു കമ്മിറ്റി വരും. ഇനി മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി വേറെ വരുന്നതുവരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, പ്രകാശ് ജാവേദ്കർജി ഈ ഘട്ടത്തിൽ ഒരിക്കലും ഞാൻ കാണുകയോ ഇത്തരമൊരു മാറ്റർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. ചർച്ച ഡൽഹിയിൽ വെച്ച്. വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഗോകുലം ഗോപാലനും അതുപോലെ ചില മരമുറി കേസിലെ ആളുകളും, അതുപോലെ വിദേശത്ത് പോയിട്ട് വലിയൊരു മുതലാളിയുടെ വീട്ടിൽ ചർച്ച നടത്തി അവിടെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് വേറെ ചില ആളുകളാണ്. ശോഭാ സുരേന്ദ്രൻ ആകെ 2 തവണയേ വിദേശത്ത് പോയിട്ടുള്ളൂ. അത് രണ്ടും ബഹ്റൈനിലെ മലയാളികളുടെ പ്രോഗ്രാമിലാണ്. ആ പോയ സമയത്തും ഞാൻ ഹോട്ടലിൽ താമസിച്ചില്ല. കാരണം എനിക്ക് ചുറ്റും ഇത്രയും കഴുകന്മാരുണ്ട് എന്നെനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ ഏതൊരു എയറോഡ്രാമിൽ ചെന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ സ്വയം സേവകരെ വിളിക്കും. അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ പോയി താമസിക്കും, അവിടെ ഉറങ്ങും, അവിടെ ഭക്ഷണം കഴിക്കും. അതിനൊക്കെയുള്ള ബുദ്ധിയും നല്ല ബോധ്യവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. ഞാൻ കാണിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത്? കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങളെല്ലാവരും കണ്ടു. എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട EP ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. BJPയിലേക്ക് ഒരാൾ വന്നു. എൻ്റെ വരെ ക്രെഡിബിലിറ്റി, അതായത് ഒരാളെ നമ്മൾ പാർട്ടിക്കകത്തേക്ക് ചേർത്താൻ തീരുമാനിക്കുമ്പോൾ, അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ, വലിയ നേതാക്കന്മാരുമായിട്ട് എല്ലാം തീരുമാനിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനിടയിൽ ആ വ്യക്തി പിന്മാറിപ്പോയാൽ അത് വ്യക്തിപരമായിട്ട് എനിക്ക് കൂടി ദോഷമുള്ളൊരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ലല്ലോ മാധ്യമ സുഹൃത്തുക്കളോട്. കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിൽ 1-ാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ. ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്നെ കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പറയിപ്പിച്ചതാണ്. അത്രയും ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ. തൃശ്ശൂർ സീറ്റിൽ CPM-ന്റെ വോട്ട് മറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് താൻ മധ്യസ്ഥ ചർച്ച നടത്തിയതെന്നാണ് ഇന്ന് രാവിലെ ഈ നന്ദകുമാർ പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർ നടത്തുന്നത് അതല്ലാതെ BJP ചേർന്നല്ല എന്നാണ് പറയുന്നത്. ആരാണ് ഈ നന്ദകുമാർ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ പിറകിൽ നടന്ന് പെട്ടി പിടിക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറെ ശോഭാ സുരേന്ദ്രനെ കാണണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ പദവി ഉള്ളിടത്തോളം വരുന്ന ആൾ ആരാണ് എന്ന് ഞാൻ നോക്കുകയില്ല. അദ്ദേഹവുമായിട്ട് എവിടെയും ഇരുന്ന് എനിക്ക് ചർച്ച നടത്താം. എനിക്ക് BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. പുതിയ ആളുകളെ ചേർത്താൻ വേണ്ടി നമ്മൾ പോയി ഇരുന്ന് ഡിസ്കഷൻ നടത്താനുള്ള ഒരു നമ്പർ റൂം എനിക്കുണ്ട്. ഞാനിത് ഫ്ലെക്സ് ബോർഡ് അടിച്ച് കേരളത്തിൽ വെക്കേണ്ടതായിരുന്നു. ശോഭാ സുരേന്ദ്രന് ഇത്രയും വലിയൊരു പദവി കിട്ടിയിട്ടുണ്ടെന്നും 5-അംഗ കമ്മിറ്റിയിൽ ഒരാളായിരുന്നുവെന്നും ഒക്കെ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്ലെക്സ് ബോർഡ് വെക്കാമായിരുന്നു, വെച്ചില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ വ്യക്തമായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൽ കീഴിലെ മണ്ണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്രയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും ബീഡി തെറുത്ത് കിട്ടിയിട്ടുള്ള പണം ശേഖരിച്ചു വെച്ച് മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണന് ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുത്ത തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ, അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ എന്നാണോ ഈ പ്രസ്ഥാനം അന്യായമായി വ്യവഹരിക്കാൻ തുടങ്ങിയത്,
എന്നാണോ ഈ പ്രസ്ഥാനത്തിന്റെ ലീഡർ ശ്രീമാൻ പിണറായി വിജയൻ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടത്, എന്നാണോ ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ കൊട്ടേഷനും, റോഡ് പണിയുടെ, പാലം പണിയുടെ ഈ കൊട്ടേഷൻ മുഴുവൻ സ്വന്തം മക്കളുടെ ബിനാമി കമ്പനിയായിട്ടുള്ള ഊരാളുങ്കലിന് കൊടുക്കാൻ തുടങ്ങിയത്, എന്നാണോ ഇവിടെ എന്തെങ്കിലും ഒരു 1100 കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ ഒരു കൊല്ലം ഇവിടുത്തെ മനുഷ്യർ വാങ്ങി കഴിക്കുന്നത്. 1100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മരുന്ന് കമ്പനി പ്രവർത്തിക്കാത്തത്? ആ മരുന്ന് കമ്പനി പ്രവർത്തിപ്പിക്കാത്ത ആരാണ്? അതും ഈ പൈസ, ഈ പൈസയുടെ അഴിമതി പണത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഡോക്ടർമാരില്ലാഞ്ഞിട്ടാണോ, നല്ല ഫാർമസിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ, ടെക്നോളജിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്തരം ഒരു കമ്പനി വരാത്തത്? വരില്ല. വരാതിരിക്കാൻ കാരണം ഈ നാട്ടിൽ ഒരു വികസനവും വേണ്ട, ആകെ വികസിക്കേണ്ടത് സ്വന്തം മക്കൾ മാത്രമാണ് എന്ന് തീരുമാനിച്ച മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നന്ദകുമാർ എന്തെല്ലാം പറയും എന്തെല്ലാം പറയാതിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അത് ശരിയാണ്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിൽ ഒരു അത്യാഹിതമുണ്ടായിട്ട് ഈ 1,90,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ 1 സെൻറ്റ് ഭൂമി അത് 1,25 ഒരാൾ വാങ്ങാൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഇതേ നന്ദകുമാറും ചായ കുടിച്ചുകൊണ്ട് എൻ്റെ അതേ രോഗം ബാധിച്ച ചേച്ചിയുടെ മകൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഒരുത്തൻ ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ എനിക്കൊരു അനുഭവ പാഠമാണ്. അദ്ദേഹം നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടിയും ഇല്ല. അദ്ദേഹം ഏതോ ഒരു രേഖയാണ് എടുത്ത് കാണിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ രേഖ അദ്ദേഹമാണ് തെളിയിക്കേണ്ടത്. ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഭൂമികളുടെ എല്ലാം രേഖ അഫിഡവിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത 1 സെന്റ് ഭൂമി ശോഭാ സുരേന്ദ്രനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ നിമിഷം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണ്. അയാൾ പറയുന്ന കഥ നോക്കൂ, അത് അയാൾ പറയുന്ന കഥയാണ്. അങ്ങനെ ഭൂമി പ്രശ്നം. പിന്നെ അയാൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഏതോ ആളുകൾ കരാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കരാറിന്റെ കോപ്പി കാണിക്കണ്ടേ? ഒരു കത്തുമില്ല, ഒരു കരാറുമില്ല. പിന്നെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഇത്ര ഗതിയില്ലാതായി പോയി എന്ന് കേരളത്തിലെ എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. 10 ലക്ഷത്തിന് എൻ്റെ മകന് തന്നെ ഇപ്പോൾ ഈശ്വരാധീനം കൊണ്ട് സാലറി ഉള്ളത് എത്രയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു അമ്മയാണ്. പക്ഷേ ആത്മാഭിമാനം കൊണ്ട് എപ്പോഴും തല നിവർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മകൻ, നല്ല ശമ്പളം പറ്റുന്ന ഒരു മകനുള്ള ഒരു അമ്മയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും എൻ്റെ മകനോടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ ചികിത്സിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എനിക്കത് തോന്നി. കാരണം വിലപിടിപ്പുള്ള ഒരു മരുന്ന് അത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത്. അതിനെയാണ് ഇത്ര ദൂരത്തിലേക്ക് നന്ദകുമാർ കൊണ്ടുപോയത്. നന്ദകുമാറിൻ്റെ പ്രശ്നം അതല്ല. നന്ദകുമാർ പറഞ്ഞു ജയരാജനെ അകത്ത് കയറ്റുന്നതിന് മുമ്പ് നന്ദകുമാറിനെ അകത്തേക്ക് കയറ്റണം. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കോടികളുടെ കഥ പറയാൻ നന്ദകുമാർ ആഗ്രഹിച്ചു. അത് ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് നടക്കില്ല. നമ്മൾ 3 പേര് ഒരുമിച്ച് കയറും, അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ചായ കുടിക്കാനിരുന്നപ്പോൾ ഞങ്ങളെന്നേ അപ്പം അതിൽ പറയുന്നുള്ളൂ, 3 പേര് ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നപ്പോൾ പവലിയൻ ബുക്ക് ചെയ്തത് അഖിലേന്ത്യാ ലീഡർഷിപ്പാണ്. അതായത് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്ന അഖിലേന്ത്യാ ലീഡറാണ് പവലിയൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നന്ദകുമാറിൻ്റെ കഴിവ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബുക്ക് ചെയ്ത കസേരയിൽ നിന്ന് മാറി നന്ദകുമാർ മൂലയിലാണ് പോയിരുന്നത്. കാരണം അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നിഴലിൽ നടത്താൻ നന്ദകുമാറിനെ ഞാൻ ഇനി അനുവദിക്കില്ല. നിഴലിൽ നടക്കില്ല താൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി പിന്നീട് പറയാം. അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ജയരാജും ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് 2 ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത്.
അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോവാറ്. അപ്പോൾ എന്നോട് അപേക്ഷിച്ചു, ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത്, പോകുന്നത് ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു ചെന്നൈ, കൊച്ചി, അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനത് കേട്ടു. കാരണം അതെന്താണ്, എൻ്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു, ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണ്ടേ? അത് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അവരെ ഒരു ഫ്ലൈറ്റിൽ പോയോ ഒരു സീറ്റിലിരുന്നോ ഇതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ടിക്കറ്റ് അയച്ചു തന്നു, അതിന് ഞാൻ മറുപടി കൊടുത്തതൊന്ന് വന്ന് വായിക്കണം, ഒന്ന് വായിക്കണം ഞാൻ കൊടുത്ത മറുപടി, ഒന്ന് വരണം. ആ, ഒന്ന് വായിക്കണം. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾ ഇതെല്ലാം വാർത്ത കൊടുക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം വാർത്ത കൊടുത്താൽ പോരല്ലോ. അല്ല, ഒന്ന് നോക്കണം. അല്ല, ഞാൻ വായിച്ചാൽ പോരാ, കാണണം. ഇത് നെല്ലാൾ നന്ദകുമാറിന്റെ ഫോൺ നമ്പർ, നന്ദകുമാറിന്റെ ഫോൺ നമ്പർ ദുബായ് നമ്പറാണ്. സാധാരണ നാട്ടും പുറത്തുള്ള ജനങ്ങളെ പോലെ ഒരു കേരള നമ്പർ ഉപയോഗിക്കില്ല. കള്ളനാണെന്നതിന് ഇതിൽ വലിയ തെളിവെന്താണ്? ഒരു കേരള നമ്പർ ഇല്ല. ശോഭാ സുരേന്ദ്രന്റെ ഒരേ ഒരു നമ്പർ, ആ നമ്പർ നഷ്ടപ്പെട്ട അടുത്ത നമ്പർ, അത് കേരള നമ്പർ. ഈ കേരളത്തിൽ ജീവിക്കുന്ന വലിയ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന ദല്ലാളിന്, നന്ദകുമാറിന് സ്വന്തമായിട്ടൊരു കേരള നമ്പർ ഇല്ല, ദുബായ് നമ്പറാണ്. ഈ നമ്പർ +971509693462. അതിൽ ഈ ടിക്കറ്റ് അയച്ചിരിക്കുന്നു. എത്ര തവണ എന്നെ വിളിച്ചിരിക്കുന്നു നോക്കൂ. 1, 2, 3, 4, 5 2 മെസ്സേജ് അയച്ചത് അദ്ദേഹം തന്നെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് ഇവിടെ ഒന്ന് നോക്കാം. ജയരാജൻ നന്ദകുമാറിൻ്റെ വീട്ടിൽ അമ്പലത്തിൽ വന്ന് ക്ഷണിച്ചത് പത്രവാർത്തയായതിൻ്റെ ന്യൂസ് എനിക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് അയച്ചിരിക്കുകയാണ്. ഇത് തിരിച്ചു വരാനായിട്ട് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക്, എൻ്റെ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റാണ് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞത്. ഇത് ചെന്നൈ ഡൽഹി ഡേറ്റ് ഉണ്ട്. അപ്പം ഞാൻ എഴുതി, നിങ്ങളൊന്ന് വരണം, ഒരാൾ വരണം, വരൂ. അല്ല, പറ്റില്ല, അങ്ങനെ വേണ്ടല്ലോ. ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം, 2 ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാം. ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി അയാൾ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പം ഇത്രയും, അതായത് ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എൻ്റെ ഭൂമി 8 സെന്റ് ഭൂമി വിറ്റ് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ നേളിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നന്ദകുമാറിനെ ഇറക്കിയതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി അതിനകത്തുണ്ട്. നന്ദകുമാറിന് KC വേണുഗോപാലുമായിട്ടും കൂട്ടാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരുമായിട്ടും കൂട്ടാണ്. അല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ടാണ്. ഇപ്പം MT രമേശ് പറഞ്ഞല്ലോ, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണ്? MT രമേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇടപെടേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ജോലി എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറയുന്നവന് ഭ്രാന്തുമാണ്, പണം കിട്ടാനുള്ള ആർത്തിയുമാണ്. പക്ഷേ ഞാൻ ആകെ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് സന്തോഷം. കാരണം തലപ്പൊക്കമുള്ള ആളുകളൊക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തലപ്പൊക്കമുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് കടലോര മേഖലയിലെ അമ്മമാർ സമരരംഗത്തായിരുന്നു. യൂജിൻ പെരാരജി, അതുപോലെ തന്നെ തോമസ് നെറ്റോ പിതാവ് ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് സമരരംഗത്ത് നിൽക്കുകയായിരുന്നു. ഈ സമരരംഗത്ത് നിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും എനിക്ക് അതുപോലെ തന്നെ പിതാക്കന്മാരുമായിട്ടും എനിക്ക് സംസാരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, അദാനിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന ആൾ. എങ്ങനെയാണ് ഈ ബന്ധമുണ്ടാക്കുന്നത്?
ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പിന്നെയാണ് പഠിച്ചത്. അതായത് എന്നെ സത്യത്തിൽ ഈ വലിയ നേതാവിനെയും എന്നെയും വെച്ച് വിലപേശാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇത് പരിപൂർത്തിയിലെത്താഞ്ഞത്. അപ്പം ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കി, നന്ദകുമാറിനെ കുറിച്ച്. അങ്ങനെ പഠിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഫ്ലൈറ്റിൽ വലിയ വലിയ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അയാൾ ഏത് സീറ്റിലാണ് ഇരിക്കുന്നതെന്ന് നോക്കും. അയാൾ അരികിൽ പോയിരിക്കും, ബിസിനസ് ക്ലാസ്സിൽ പോയിരിക്കും. പിന്നെ അദാനി വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ജാവേദ് ഖർജിയെ കാറിൽ കയറ്റിയത് എന്ന് പറയുന്നത്. ജാവേദ് ഖർജിക്ക് എന്താ അറിയാം, അദ്ദേഹം കേരളത്തിൽ വന്ന് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു വണ്ടിയാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരുപക്ഷെ കയറിയിട്ടുണ്ടാവും. ഞാനതിൻ്റെ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല, അത് ഇയാൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇതൊന്നുമല്ല ശരി. നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുകയാണെങ്കിൽ പരസ്യമായിട്ട് പൊതുപ്രവർത്തനം നടത്തുക, രാഷ്ട്രീയപരമായിട്ട് ഏറ്റുമുട്ടാനുണ്ടെങ്കിൽ ഏറ്റുമുട്ടാൻ തയ്യാറാവുക. അല്ലാതെ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളവ് കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവർക്കും നന്ദി.